അയോധ്യയിൽ ബാബരി മസ്ജിദ് പൊളിച്ചയിടത്ത് നിർമ്മിച്ച ക്ഷേത്രത്തിൽ ശ്രീരാമ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് പുരോഗമിക്കുന്നത്. RSS മേധാവി മോഹൻ ഭാഗവത് ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കുന്നു. ക്ഷണിക്കപ്പെട്ട 7000-ഓളം പേർ ചടങ്ങ് വീക്ഷിക്കാൻ അയോധ്യയിലെത്തിയിട്ടുണ്ട്. അയോധ്യയിൽ നിന്ന് വിഷ്ണു പ്രസാദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിഷ്ണു, ചടങ്ങുകൾ പൂർത്തിയായോ? ചടങ്ങുകൾ പൂർത്തിയായി. ഇപ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ, അതായത് RSS മേധാവി മോഹൻ ഭാഗവത്, പ്രധാനമന്ത്രി, അതോടൊപ്പം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി എന്നിവർ ഈ ചടങ്ങിനെത്തിയ അതിഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംസാരിക്കുന്നത് RSS മേധാവി മോഹൻ ഭാഗവതാണ്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യോമമാർഗം അയോധ്യയിലെത്തിയത്. തുടർന്ന് ഹെലികോപ്റ്ററിൽ സരയൂ തീരത്തിറങ്ങിയ പ്രധാനമന്ത്രി കാൽനടയായി ക്ഷേത്രത്തിലെത്തുകയും തുടർന്ന് ഈ അയോധ്യയിൽ ബാബരി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് മസ്ജിദ് പൊളിച്ചെന്ന് അവിടെ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രത്തിലെ ശ്രീരാമ വിഗ്രഹത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. വാരണാസിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിത് ആയിരുന്നു ഈ ഒരു ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടാതെ RSS മേധാവി സർസംഘ് ചാലവ് മോഹൻ ഭാഗവത്, അതുകൂടാതെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഉത്തർപ്രദേശ് ഗവർണർ ഉൾപ്പെടെയുള്ളവർ ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിലുണ്ടായിരുന്നു. ഏകദേശം 20 മിനിറ്റോളം നീണ്ടുനിന്ന ചടങ്ങുകൾക്കൊടുവിൽ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയായി. പ്രധാനമന്ത്രി ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അതിഥികളെ അഭിസംബോധന ചെയ്യുകയാണ്. സിനിമ രംഗത്ത് നിന്നും അതോടൊപ്പം തന്നെ കലാ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ നിന്നുമുള്ള പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനാൽ തന്നെ അതീവ സുരക്ഷയിലാണ് അയോധ്യ നഗരമുള്ളത്. റോഡുകളിൽ ഉൾപ്പെടെ ആളുകളെ പൂർണ്ണമായി ഒഴിപ്പിച്ചുകൊണ്ടാണ് ഉത്തർപ്രദേശ് പോലീസ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി ഇവിടെ നിന്ന് മറ്റൊരു ക്ഷേത്ര സന്ദർശനത്തിനായി, അയോധ്യയിലെ തന്നെ മറ്റൊരു ക്ഷേത്രം സന്ദർശിക്കുന്നതിനായി പോകും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുക. വിവരങ്ങളാണ് അയോധ്യയിൽ നിന്ന് വിഷ്ണുപ്രസാദ് തത്സമയം നൽകിയത്.